നമസ്കാരം. ഞാൻ കോഴിക്കോട് നിന്ന് ഷൈദാബിദം MC എന്ന് പറയുന്ന MC മാന്യ നിരീക്ഷണമായിട്ട് ബന്ധപ്പെട്ട് കുറേ ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയത്. പിന്നെ പറക്കുന്നളകിനെ കോഴിക്കോട് വെച്ചുകൊണ്ട് ഏകദേശം ഏറ്റവും കൂടുതൽ ഹൈറ്റിൽ ഇങ്ങനെ പോകുന്നു. ഞാൻ രാത്രി 2022 സെപ്റ്റംബർ 22 രാത്രി കുളിച്ച് പേഷ്യൻറ്റിനെ വീട്ടിലാക്കുമ്പോൾ ഭയങ്കര ഒച്ച. ഞാൻ വിമാനത്തിൻ്റെ എഞ്ചിൻ്റെ ഫെയിലിയർ പറ്റി നോക്കുമ്പോൾ ഒരു സെക്കൻഡ് സമയമുള്ള ഒരു സംഭവം ഇങ്ങനെ മുകളിൽ വളയങ്ങൾ കയറ്റി സാവധാനം വരികയാണ്. 3/4 മണിക്കൂറിൻ്റെ കണ്ടിട്ടുണ്ട്. ഞാൻ ഓടി ആദ്യം കുറച്ച് കാലൊക്കെ സ്തംഭിച്ച് തണുത്തിട്ട് പിന്നെ ഓടി ഫോണെടുത്ത് വീഡിയോ എടുത്ത് അതിന് സൂം ചെയ്തിട്ട് മാത്രം വീഡിയോന്ന് ഫോട്ടോ എടുത്ത്. പക്ഷെ പിന്നെ ഇപ്പോഴത്തെ വീഡിയോ ഒന്നും എടുക്കാൻ കഴിയില്ല സൂം ചെയ്തിട്ട്. അങ്ങനെ നോക്കുമ്പോൾ അത് ഞാൻ വിചാരിച്ച മാതിരി തന്നെ ചുവന്ന ഗ്രഹം മാതിരി കാണുന്നു. ഏകദേശം ചൊവ്വാഗ്രഹത്തിന് സമയമായിട്ടുള്ള മുകളിൽ വളയുണ്ട്. നല്ല ലേസർ പ്രകാശത്ത് ഏറ്റവും ഹൈറ്റിലാണ് വിമാനം പോകുന്നത്. ഹൈറ്റിലാണ് സാവധാനം പോകുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ ഒരു ഫോട്ടോ ഒക്കെ തയ്യാറാക്കി നാസയിൽ കൊടുക്കാൻ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ 2027 അതിൻ്റെ വിസ കിട്ടുള്ളൂ. ചെന്നൈ പോകണം ഇൻ്റർവ്യൂവിന് എന്നിട്ട് കിട്ടുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ് വിസ കിട്ടാൻ. ഭാവിയിൽ അവിടെ സെറ്റിൽ ചെയ്യാൻ വിചാരിച്ചത്. 27 വരെ എനിക്ക് പ്രശ്നം തിരക്കാണ്. അത് കഴിഞ്ഞിട്ട് ദൈവത്തിന് അനുഗ്രഹം ഉണ്ട്. കാരണം നാസയുമായി പ്രവർത്തിക്കാൻ വാഷിങ്ടനെ പറ്റുള്ളൂ. കേരളത്തിലും ഇന്ത്യയിലൊന്നും പറ്റില്ല. അത്രയും സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് നാസയുമായി പ്രവർത്തിക്കാനാണ് താല്പര്യം. ഞാൻ ധാരാളം കണ്ടുപിടുത്തങ്ങൾ മാനനിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അവയുടെ വിവരങ്ങളൊക്കെ ക്രോഡീകരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി വേണം നേരിട്ട് പോയി കൊടുക്കണം. കാരണം മെയിൽ അയച്ചിട്ടൊന്നും നാസയിൽ നിന്ന് യാതൊരു പ്രതികരണമില്ല. അവർ തിരക്കായിട്ട് നോക്കുന്നുണ്ട്. അവരുടെ ഓഫീസ് ഭാരവാഹികളൊന്നും നോക്കുന്നില്ല. അപ്പം ഇങ്ങനെ ചെയ്താൽ ജയിക്കുന്നില്ല. ഞാൻ ഇടയ്ക്ക് ഒരാഴ്ച തൊട്ട് ഇവിടെ തായ്ലൻഡിൽ പോയി. തായ്ലൻഡ് പറഞ്ഞാൽ ധാരാളം സ്ഥലങ്ങൾ കാണാനുണ്ട്. ഏറ്റവും നല്ലത് തോന്നുന്നത് അവിടുത്തെ സഫാരി പാർക്ക്. അവിടെ വർഷങ്ങൾക്ക് ക്രയറ്റീഷ്യസ് യുഗത്തിൽ ട്രയാസിക് യുഗത്തിൽ കാലഘട്ടത്തിലുള്ള ദിനോസറുകളുടെ ഈ പ്രതിമകൾ ഇഷ്ടം പോലെ ഉണ്ട്. സഫാരി പാർക്കിലേക്ക് പോകുന്നത്. പിന്നെ ലയൺസ് ഇഷ്ടം പോലെ ഉണ്ട്. അത് ലയൺസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളൊരു ബസ്സിലാണ് പോകുന്നത്, അടിച്ചിട്ടില്ല. അപ്പോൾ ഇവർ പാർക്കിങ്ങിന്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ സ്മൈൽ പീസ്. അപ്പോൾ ഇത് മുഖം ഇങ്ങനെ ചിരിക്കുന്ന ഭാഗത്ത് കാണിച്ചത് ചുറ്റൊക്കെ വായക്കതായി. അപ്പോൾ കൂടെ ഉള്ളവർ പറഞ്ഞാൽ അതിന് മനസ്സിലാവുന്നുണ്ടല്ലോ, ബീഗം പറഞ്ഞപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഞങ്ങളത് ഹാപ്പി ആയിട്ട് ഒരാഴ്ച. പിന്നെ ആനകളുടെ ഷോ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് ഫിലിമിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് ഫിലിമിൻ്റെ ഷൂട്ടിംഗ് പറഞ്ഞാൽ പക്ക ഒറിജിനലായിട്ട് തോന്നുന്നു. കാരണം ഹെലികോപ്റ്റർ ഇങ്ങനെ വരുന്നത്, ബോംബിടുന്നത്, വെടിവെപ്പ് നടത്തുന്നത്, തട്ടിക്കൊണ്ട് പോകുന്നത്, വെള്ളമൊക്കെ അങ്ങനെ വന്ന് തെറിച്ചിട്ട് ബോട്ടിൽ കൂടി പോകുമ്പോൾ എൻ്റെ മേലേക്ക് കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് റോയിങ് നീറ്റിൽ പുറത്തേക്ക് പിന്നീടിയൊക്കെ പോയി. മൊബൈലൊക്കെ വെള്ളം കണ്ടു. പിന്നെ ലേഡീസ് ബോയ്സ് ഷോ ഉണ്ടായിരുന്നു. ആണുങ്ങൾ പെണ്ണുങ്ങളെ മാതിരി ആയിട്ടില്ല. ശരിക്കും ഒറിജിനൽ പെണ്ണുങ്ങളാണ് ചോദിക്കുക അവർ കണ്ടാൽ. പക്ഷേ ബോയ്സാണ്. നല്ല സ്റ്റൈലിൽ കഴിക്കും. പിന്നെ ഇന്ത്യൻ പാട്ടിന് വെച്ച് ഒരു ഭാഗത്ത് പ്രാവശ്യം കുർബാനി സിനിമ കുർബാനിയെ പാട്ടില്ല. ഞങ്ങളത് ശരിക്കും എൻജോയ് ചെയ്തു. ഞങ്ങളിവിടെ നിന്ന് കൊച്ചി വരെ വീട്ടിൽ നിന്നും ബസ്സിൽ പോയി KSRTC ലോക്കൽ ബസ്സിൽ പോയി. അവിടെ നിന്നും നെടുമ്പാശ്ശേരിയിൽ നിന്നും പിന്നെ ബാങ്കോക്ക് എയർപോർട്ടിൽ ഞങ്ങൾ ടൂറിന് ബാച്ച് ഫുള്ള് ആൾക്കാരുണ്ടായിരുന്നു കയറി. പിന്നെ അവിടെ പിന്നെ ഒരാഴ്ച ഞങ്ങൾക്ക് ഗൈഡ് ഉണ്ടായിരുന്നു. ഗൈഡൊക്കെ നല്ല സഹകരണമായിരുന്നു, നല്ല സ്വഭാവമായിരുന്നു ഗൈഡ്. പിന്നെ അവിടുത്തെ പ്രത്യേകത അവിടെ എല്ലാവരെയും ഒരേ മാതിരി തോന്നും. എനിക്ക് മാറിപ്പോൾ അവിടുത്തെ പെണ്ണുങ്ങളെ ആളുകൾ കണ്ടാൽ എല്ലാം മുഖം ഒരേ മാതിരി തോന്നും. പിന്നെ ടൂ വീലർക്ക് അവിടുത്തെ കുറേ ആൾക്കാരാണ്. ഞങ്ങളെ മാതിരി ഹൈറ്റൊന്നും ഉള്ള ടൂ വീലറല്ല, എല്ലാം പരുതുകൊണ്ടുള്ള. പിന്നെ ടൈഗർ പാർക്കിൽ പോയി. ഒരു ടൈഗർ, വലിയൊരു ടൈഗറില്ല. എല്ലാവരെയും തായ്ലൻഡിൽ പോയ ആൾക്കാരെ വീഡിയോയിലൊക്കെ കാണാം. ആ ടൈഗറിൻ്റെ അടുത്ത് പോയിരുന്നു. അപ്പോൾ 3 മാസം എനിക്ക് പേടിയായി. ഞാൻ പേടിക്കേണ്ട വീടൊന്നും ചെയ്യില്ലെന്നാണ്. എന്നാലും നമ്മൾ ആദ്യമായിട്ട് പോലെ പേടിച്ചു. ഒരു വൈറ്റ് സ്നേക്ക് കണ്ട്. ജം സിറ്റി എന്നൊരു സംഭവമുണ്ട്. ആ വർഷങ്ങൾക്ക് പഴക്കമുള്ള ഓരോ ഇത് കണ്ട് അങ്ങനെ പോയി ഓരോ സംഭവങ്ങൾ കണ്ട്. പിന്നെന്താ പറയുന്നത്, ഭയങ്കരമായിട്ട് ഓരോന്ന് കണ്ട്. പട്ടായ ബീച്ചിൽ പോയി കുറേ നേരം അവിടെ പോയി ആർപ്പുല്ലസിച്ച് അവിടുന്ന് ഡാൻസ് കളിച്ച് പിന്നെ എല്ലാം ചെയ്ത്. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ കുറച്ച് മുന്നേ ശ്രീലങ്കയിൽ പോയി. ഒരു 5-8 മാസം മുന്നേ ശ്രീലങ്കയിൽ പോയി. ശ്രീലങ്കയിൽ പറഞ്ഞാൽ അവിടെ ക്രിക്കറ്റ് ഫേമസ് ഇല്ല. ഓരെപ്പറ്റി പറയുമ്പോൾ ശ്രീലങ്കക്കാർ എൻ്റെ ഗൈഡിന് ഭയങ്കര
അഭിമാനമാണ് അവർക്ക്. അഭിമാനം എന്ന് പറഞ്ഞാൽ അത്രയും വലിയ അഭിമാനം. കാരണം അവർ നാട്ടിലുള്ളൊരു ക്രിക്കറ്റ് പ്ലെയർ ആണല്ലോ. അവരുടെ പേര് അവിടെയൊക്കെ സ്ഥലങ്ങളുണ്ട്. എന്തൊരു അഭിമാനത്തിലാണ് അവർ പറയും. അപ്പോൾ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ ഇംഗ്ലീഷിലാണ്. ഞാൻ പറഞ്ഞു സിംഹള ഭാഷയൊന്നും അറിയില്ലല്ലോ. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് പ്രശ്നമില്ല, ഹിന്ദി അറിയുന്നുണ്ട്, തമിഴും അത്യാവശ്യം കൊഞ്ചം തമിഴും പേശുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇന്ത്യ മോഹൻലാൽ സാറ് ഞാൻ ഇംഗ്ലീഷ് ചോദിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഭയങ്കര വല്ലാത്തൊരു സന്തോഷത്തിലാണ് മോഹൻലാൽ സാറിൻ്റെ സിനിമയിൽ കാണുന്നുണ്ട്, സുരേഷ് ഗോപി സാറിൻ്റെ സിനിമ കാണുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇന്ത്യൻ നടന്മാരെയും നടികളെ പേരൊക്കെ അവരെ പറഞ്ഞിട്ട് നമുക്കൊരു അതിശയം. അത് കഴിഞ്ഞ് അമേരിക്കൻ എംബസി കണ്ട, തായ്ലൻഡിൽ പോയപ്പോൾ എംബസി ഒന്നും കണ്ടിട്ടില്ല, സൗദി പോയപ്പോൾ കണ്ടിട്ടില്ല എംബസി. ഇന്ത്യൻ എംബസിക്കോ അമേരിക്കൻ എംബസിക്ക് തൊട്ടടുത്താണ് ഇന്ത്യൻ എംബസി. പതാക കണ്ടപ്പോൾ ഞാൻ 2 ദിവസം 3 ദിവസം ശ്രീലങ്കയിൽ നിന്നിട്ടുള്ളൂ. ഇന്ത്യൻ പതാക കണ്ടപ്പോൾ വല്ലാത്തൊരു അനുഭവം. വേഗം ഞാൻ സല്യൂട്ട് ചെയ്ത് വന്ദേമാതരം ആലപിച്ച് ദേശീയഗാനം ആലപിച്ച് സല്യൂട്ട് ചെയ്ത് കുറച്ച് നേരം അവിടെ നിന്ന് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നി. അങ്ങനെ കൊളംബോ ബീച്ചിൽ പോയി. കൊളംബോ ബീച്ചിൽ വർഷങ്ങൾക്ക് പഴക്കമുള്ള പീരങ്കി കണ്ട്, പിന്നെ അവിടുത്തെ തുറമുഖം കണ്ട് കൊളംബോയിലാണിത്. പിന്നെ കൊളംബോയിൽ വല്ലാത്തൊരു നമ്മളെ ബീച്ച് ടച്ച് ചെയ്തിട്ട് റെയിൽവേ അല്ല. അപ്പോൾ ഒരു ട്രെയിൻ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നു. ഞങ്ങൾ പോകുന്ന സമയത്ത് അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം തൊട്ട മുന്നിൽ ബീച്ച്, അത് വല്ലാത്ത അറ്റ്മോസ്ഫിയർ ആയിരുന്നു. തൊട്ട മുൻപിൽ തന്നെ ബീച്ച്, അതിൻ്റെ അടുത്ത് കടൽ തീര, അതിൻ്റെ ഉള്ളിൽ കൂടി ട്രെയിൻ ഇങ്ങനെ പാസ് ചെയ്യുന്നു. അത് നമ്മളെ പഴയ കാലഘട്ടത്തിലുള്ള ട്രെയിനിൻ്റെ എൻജിൻ ബോഗികളൊക്കെ ആയിട്ട് തോന്നി മനസ്സിൽ. അങ്ങനെ